രാവിലെ എണീക്കാൻ കുറച്ച് മടി കാണിച്ചിട്ട് വെപ്പാപ്പെട്ട് ജോലി കേട്ടോ, മോന് സ്കൂളിൽ പോകണ്ടേ. അപ്പോൾ കുക്കറിലോട്ട് വെള്ളം വെച്ച് അടുപ്പിലോട്ട് വെച്ച് കേട്ടോ. പിന്നെ കുറച്ച് തലേന്നത്തെ മീൻകറി ഉണ്ടായിരുന്നു, അതും കൂടി ചൂടാക്കാനായിട്ട് അങ്ങ് വെച്ച് കേട്ടോ. പിന്നെ തോരൻ വെക്കാൻ എന്ത് വേണമെന്ന് ചിന്തിയ രാവിലെ എണീക്കാം. പിന്നെ ഫ്രിഡ്ജ് തുറപ്പോൾ ക്യാരറ്റ് ഇരിക്കുന്നുണ്ട്, പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും നമുക്ക് തോരൻ വെക്കാമെന്ന് വെച്ച് കേട്ടോ. അപ്പോഴത്തേക്ക് മീൻകറി ചൂടായി കിട്ടി കേട്ടോ. പിന്നെ അരി കഴുകിയാൻ കിട്ടാന്ന് വെച്ച്. അപ്പോൾ റോസരി കേട്ടോ എടുക്കുന്നുണ്ട്. റോസരി കഴുകി അടുപ്പിലുള്ള കുക്കറിലോട്ട് ഇട്ട് വെള്ളം അങ്ങ് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അടച്ചങ്ങ് വെച്ച് കേട്ടോ. അപ്പോഴത്തേക്ക് ചായ ഇടാൻ വെച്ചായിരുന്നു. ചായ തിളച്ച് കുറച്ച് ചായ കുടിച്ചിട്ടാവാന്ന് വിചാരിച്ച അടുത്ത ജോലി. പിന്നെ ക്യാരറ്റൊക്കെ വൃത്തിയാക്കി ചോപ്പർ ഉണ്ടായിട്ട് ചോപ്പർ കൂട്ടം പെട്ടെന്ന് ജോലിയൊക്കെ തീർത്തിരും കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ പീസാക്കി ചോപ്പറിലിട്ടങ്ങ് നന്നായി അടിച്ചെടുത്തിട്ട് എളുപ്പമല്ലേ. പിന്നെ അതിലോട്ട് തന്നെ സവാളയും കൂടെ ഞാൻ അടിച്ചെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം അടിച്ച് സെറ്റായി കിട്ടി കേട്ടോ. പിന്നെ ഒരു ചട്ടി വെച്ച് കടുവും കറിവേപ്പിലിട്ട് പൊട്ടിച്ച് നമ്മൾ ഈ അടിച്ച് വെച്ചതും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് പിന്നെ ഒരു ഉണ്ടമുളകും കൂടെ ചേർത്ത് കേട്ടോ. പച്ചമുളക് ചേർത്തില്ല, ഒരെണ്ണം ചേർത്തോളൂ. നല്ല ഇളക്കി പൊട്ടി വെച്ച് കേട്ടോ. അപ്പുറത്തേക്ക് നല്ല പ്രഷർ പോയി കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടെ വെച്ച്, കാരണം ഒഴിക്കുന്ന കാരണം വലിയ കൊക്കില്ല ചോറ് വെക്കുന്നത്, അപ്പോൾ അതിലിപ്പോൾ പ്രഷർ വരത്തില്ല കേട്ടോ. അതുകൊണ്ട് വെള്ളം പറ്റിയിരിക്കുന്നതൊക്കെ തോന്നും, അതുകൊണ്ട് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഊറ്റിയാൽ നല്ലാണ്ടിരിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് തോരൻ വെന്തിട്ട് പിന്നെ തോലിൽ കുറച്ച് തേങ്ങ കൂടി ചേർത്ത് ഇളക്കി വാങ്ങിയിന് വെച്ച് കേട്ടോ. പിന്നെ മോന് സോയാബീൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ സോയാബീൻ ഫ്രൈ ചെയ്യാന്ന് വെച്ച്, അപ്പോൾ അതും കൂടെ തിളപ്പിക്കാനായിട്ട് വെച്ച് കേട്ടോ. ഇത് സോയാബീൻ നല്ല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്ത് ഇളക്കി നല്ല പൊരിച്ചെടുത്ത് നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ പപ്പടം കൂടെ പൊളിക്കാൻ വേണ്ടി അടുത്ത അടുപ്പിലോട്ടങ്ങ് വെച്ച് കേട്ടോ. അപ്പോൾ മോന് കൊടുത്തു വിടാമല്ലോ. പിന്നെ ഈ സോയാബീൻ നല്ല മൂത്ത് വരുമ്പം കറിവേപ്പിലയും കുറച്ച് സവളയും കൂടെ ചേർത്ത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ ഇട്ടേക്കാം വേറൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ ജോലി ഏകദേശം സെറ്റായി. ലഞ്ച് ബോക്സ് കൂടെ പാക്ക് ചെയ്താൽ മതി. ബൈ, സീ യു.